ഇവിടെ 3 കുട്ടികൾ വാടകയ്ക്ക് താമസിച്ചായിരുന്നു ഈ വീട്ടില്. പെൺകുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ. അങ്ങനെ അവരുടെ റൂം അവര് ഒഴിവായി. 2 ദിവസം മുമ്പ് എറണാകുളത്ത് നിന്ന് രാത്രി 1:30 മണിക്ക് ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഈ കോമ്പൗണ്ടിൽ ഒരുമിച്ച് നിൽക്കുക 1:30 മണിക്ക്. അപ്പൊ അതിപ്പോ ഞാനിവിടെ കാണിപ്പിക്കുന്ന ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇത് സോഷ്യൽ മീഡിയയില് വൈറലാട്ടോ. ലക്ഷക്കണക്കിനല്ല, അതിന്റെ മുകളിൽ ആളുകൾ കണ്ടൊരു വീഡിയോ ആണിത്. സംഭവം എന്താ, ആ വീഡിയോ ഞാനിവിടെ കാണിപ്പിക്കാം. സംഭവം എന്താന്ന് വെച്ചാല് 3 പെൺകുട്ടികൾ, അവര് കോളേജ് വിദ്യാർത്ഥിനികളാണ് എന്നാണ് പറയപ്പെടുന്നത്. അവര് വാടക വീട് ഒഴിഞ്ഞപ്പോൾ അവിടെ കണ്ട കാഴ്ച, അതായത് ആ ഒരു വാടക വീട്ടില് കണ്ട കാഴ്ചയാണ് കേട്ടോ. ഇനി ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞെട്ടേണ്ടവർക്ക് ഞെട്ടാം, ഞെട്ടാൻ താല്പര്യമില്ലാത്തവർക്ക് ഞെട്ടുകയും വേണ്ട. പിന്നെ ചില ആളുകൾ ചോദിക്കും, പെൺകുട്ടികൾക്ക് എന്താ ഇതൊന്നും പാടില്ലേ, ആണുങ്ങൾക്ക് മാത്രം മതിയോ എന്നുള്ളതൊക്കെ. അതൊക്കെ നിങ്ങളെ പേഴ്സണൽ കാര്യമാണ്, എങ്ങനെ എടുക്കണം എന്നുള്ളത്. എന്തായാലും വീഡിയോ ഒന്ന് കാണുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക. എന്തായാലും നിങ്ങളൊരു അഭിപ്രായം ഉണ്ടല്ലോ, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അത് രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ഇത് നമ്മളിവിടെ 3 കുട്ടികൾ വാടകയ്ക്ക് താമസിച്ചായിരുന്നു ഈ വീട്ടില്. പെൺകുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ. അങ്ങനെ അവരുടെ റൂം അവര് ഒഴിവായി പോയപ്പോൾ അത് ക്ലീൻ ആക്കുന്ന സമയത്ത് കിട്ടിയ മുതലാണ് അതൊക്കെ. ഇതുണ്ടോ, സിഗരറ്റ് കുറ്റി വലിച്ചിട്ട് ഇത് ഇവര് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിരുന്നു. പക്ഷെ ഈ അലമാരിന്റെ സൈഡിലൊക്കെ ഉള്ളത്, അതേപോലെ ബെർത്തിന്റെ മുകളിലുള്ളതൊന്നും ഇവർ കാണാതെ പോയ സാധനങ്ങളാണ്. 3 പെൺകുട്ടികൾ, അതും ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ വന്നാണ്. അപ്പൊ നമ്മൾ ഈ പെൺകുട്ടികളാകുമ്പോൾ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് പിന്നെ ഇങ്ങനെ റൂമൊക്കെ കൊടുക്കുമ്പോൾ അവര് ചെയ്തു കൂട്ടുന്ന, അവര് വലിച്ചു കൂട്ടുന്ന സാധനങ്ങളാണ്. ഇതാടാ, ഇതില് അവരെടുത്തുള്ള ബോട്ടിൽസും മറ്റുള്ള സാധനങ്ങളൊക്കെ ഉള്ളതൊക്കെ അവര് മാറ്റി. നമുക്ക് അതൊന്നും കയറി കാണാനോ നോക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു, 3 പെൺകുട്ടികളല്ലേ. പക്ഷെ ഇപ്പൊ ഫുള്ളായിട്ട് പോയപ്പോൾ ഇവർക്ക് ഈ അലമാരന്റെ അതേപോലെ തന്നെ ഈ ബെർത്തിന്റെ മുകളിലൊക്കെ ഉള്ള സാധനം ഇവർക്ക് എന്താക്കാൻ പറ്റിയില്ല, മാറ്റാൻ പറ്റിയില്ല. അപ്പൊ നമ്മളെ ഈ കുട്ടികളൊക്കെ ഇതാണോ, ഈ കുട്ടികളൊക്കെ പഠിക്കാൻ വിടുന്ന രക്ഷിതാക്കൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, അവര് പിന്നെ പെൺകുട്ടികൾ മാത്രമാണ്, അവര് സ്വസ്ഥമായിട്ട് നല്ല രീതിയിലാണ് കഴിയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് വിചാരമുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം എന്ന് പറഞ്ഞാല് പെൺകുട്ടികൾ, 3 പെൺകുട്ടികൾ, മലപ്പുറത്തുള്ള 2 കുട്ടികളും അതേപോലെ വയനാട് ഉള്ള ഒരു കുട്ടിയാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇതിനു മുമ്പ് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഈ കുട്ടിയുടെ വീട്ടുകാര് ഇവരുടെ അലമ്പ് കണ്ട് ഈ കുട്ടീനെ ഇവിടുന്ന് മാറ്റി. പക്ഷെ ഇപ്പൊ ഇവിടെ 3 കുട്ടികൾ താമസിച്ച സ്ഥലത്താണ് ഈ കാണുന്ന അലമ്പ്. അപ്പൊ കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ വിടുന്ന ആളുകളെ ഇടയ്ക്കൊന്ന് അവരുടെ പിന്നെ സ്ഥിതിയൊക്കെ ഒന്ന് പോയിട്ട് പഠിക്കാം, അവരെങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത്, അവരുടെ റൂമിലൊക്കെ ഒന്ന് കയറിയിട്ടൊന്ന് സെർച്ച് ചെയ്യാം. ഇത് ഇവരെ ഒഴിവാക്കാൻ കാരണം എന്ന് പറഞ്ഞാല് 2 ദിവസം മുമ്പ് എറണാകുളത്ത് നിന്ന് രാത്രി 1:30 മണിക്ക് ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഈ കോമ്പൗണ്ടിൽ ഒരുമിച്ച് നിൽക്കുക 1:30 മണിക്ക്. അപ്പോൾ അതുകൂടെ കണ്ടപ്പോഴാണ് നമ്മൾ ഇവരോട് ഈ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നിട്ട് ഒഴിവാക്കിയത്. അവരുടെ റൂമിൽ നിന്ന് കിട്ടിയ സാധനങ്ങളാണ്. അപ്പോൾ രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കുക. പെൺകുട്ടികൾ മാത്രമാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്താക്കണ്ട, അവര് സേഫാണ്, അവര് പിന്നെ വളരെ നല്ല രീതിയിലായിരിക്കുമെന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇത്തരത്തിലുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കുക, അവനവൻ പിന്നെ സൂക്ഷിക്കുക. കാരണം ഇവരുടെ ഈ ഫാമിലിയിലൊക്കെ ഞങ്ങളിത് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ സംഭവങ്ങളുണ്ട്, അവരിങ്ങനെ ഭയങ്കര അലമ്പാണ് കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞത്, ഞങ്ങളെ മക്കൾ അങ്ങനെ ചെയ്യൂല, ഞങ്ങളെ മക്കള് അത്തരക്കാരല്ല, അവർക്ക് വിശ്വാസമല്ല. അപ്പൊ അവര് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന 50% ഉണ്ടാവും, 50% ഉണ്ടാവില്ല. അപ്പോ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട്, നമുക്കും കുട്ടികളൊക്കെ ഉള്ളതാണ്, എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ ഇത്തരത്തില് നമ്മൾ പാർട്ടിക്കാരെ വരെ പിന്നെ വരെ പരാതി കൊടുത്തിട്ടാണ് ഇവരെ ഇവിടുന്ന് ഒഴിവാക്കിയത്. ഒഴിവായി കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷനാണിത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ കണ്ടല്ലോ. ഇനി ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തുക.